രാഹുലിന് ഇനി രാഹുകാലമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ CL മനോജ്, എന്താണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി? രാഹുൽ ഗാന്ധിയുടെ രാഹുകാലം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ രാഹുകാലമായി കഴിഞ്ഞ അദ്ദേഹം വൈസ് പ്രസിഡൻ്റായി, അദ്ദേഹം ഓർഗനൈസേഷണൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു, അദ്ദേഹം വളരെ തിയറിറ്റിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുന്നു. പ്രശാന്ത് കിഷോർ തുടങ്ങിയുള്ള പ്രൊഫഷണൽ ഇമേജ് മേക്കേഴ്സിനെ കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം നടത്തി ഇതിൽ അഭിമാനിക്കുന്ന കോൺഗ്രസ്സുകാരെ തിരഞ്ഞെടുപ്പ് എങ്ങനെ ഭരിക്കണം, പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മുഴുവൻ പ്രൊജക്റ്റുമായിരുന്ന UP-യിൽ തകർന്നു തരിപ്പണമായപ്പോൾ ആരാണ് കോൺഗ്രസിൻ്റെ മാനം കാത്തത്? പഞ്ചാബിൽ 75 വയസ്സ് പൂർത്തീകരിച്ച ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് കഴിഞ്ഞ 1.5 വർഷം രാഹുൽ ഗാന്ധി അമരീന്ദർ സിംഗിനെ ഒതുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട്, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഒതുക്കുമെന്ന് അങ്ങേര് ഭീഷണിപ്പെടുത്തി പഞ്ചാബ് കോൺഗ്രസിൻ്റെ നേതൃത്വം പിടിച്ചു വാങ്ങിച്ച് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രി ഉണ്ടാകുകയാണ്. 15 വർഷം മണിപ്പൂരിൽ സ്ഥിരമായിട്ട് മത്സരിച്ച ആൻറ്റി ഇൻകംബൻസിയുടെ ബാഗേജിന് ശേഷവും 69-കാരനായ ഇബോബി സിംഗ് ഇന്നും ഏറ്റവും വലിയ പാർട്ടിയായി ഒരു ഹങ് വേർഡിക്റ്റിൽ നിന്ന് അവിടെ സർക്കാരുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഗോവയിൽ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട ആളുകളല്ല, പണ്ടത്തെ ട്രഡീഷണൽ കോൺഗ്രസ്സുകാർ വലിയ അമ്യുനേഷൻ പോലും ഇല്ലാതെ നടത്തി BJPയുടെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തും പുറത്തും സ്വാഭാവികമായിട്ടും നീരസമുണ്ട്. അത് ചർച്ചയുണ്ടാവും. ഏത് രീതിയിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഒരു പൊട്ടിത്തെറി കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവുമോ എന്നാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് സീസൺഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ അറിയാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ പ്രതികരണങ്ങൾ അതല്ലെങ്കിൽ അവർ റിറ്റാലിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും പരസ്യമായി വന്ന് നേരിട്ടല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പല കാര്യങ്ങളോടും വിസമ്മതമുള്ള കോൺഗ്രസ്സുകാരാണ് ഇന്ന് എല്ലാ സംസ്ഥാനത്തും ഉള്ളത്. അതിൻ്റെ ഫലങ്ങളെല്ലാം അറിയാവുന്നല്ല. കേരളത്തിൽ അദ്ദേഹം നടത്തിയ ഇൻ്റർവെൻഷന് എക്സ്പെരിമെൻ്റ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ കോൺഗ്രസ്സിലുണ്ടായ പ്രശ്നങ്ങൾ PCC പ്രസിഡൻറ്റിൻ്റെ രാജിയിൽ അവസാനിച്ചത് ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കുള്ള തിരിച്ചടിയല്ലേ? മുംബൈയിൽ ഒരു ശിവസൈനികനായ ഒരാൾ മുംബൈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവായിരുന്നു. കേരളത്തിൽ VM സുധീരൻ വളരെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഇമേജുള്ളൊരു നേതാവാണ്. അദ്ദേഹവുമായിട്ടൊരിക്കലും സഞ്ജയ് നിർമ്മത്തിനെ ഉപമിക്കാൻ പറ്റില്ല. എന്നാൽ മുംബൈയിലും കോൺഗ്രസ്സുകാരെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് ഒരു സഞ്ജയ് നിർമ്മത്തിനെ കൊണ്ടുവന്നാക്കി 1.5 വർഷം വളരെ വിദഗ്ധമായി മുംബൈ കോൺഗ്രസ്സിനെ അകത്തു നിന്ന് റേക്ക് ചെയ്ത് ഇന്ന് അതേ സഞ്ജയ് നിർമ്മം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ മുംബൈയിൽ. രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട കോൺഗ്രസ് സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ അവഗണിച്ചുകൊണ്ട് പരിചയവും സാമർഥ്യവും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാത്ത ആളുകളെ ഹാൻഡ് പിക്ക് ചെയ്ത് പല സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും അവരൊരൊറ്റ ആളെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതും ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് സീസൺഡ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാർ നടത്തുന്ന ഗറില്ല യുദ്ധമല്ലേ? ഇത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാൻ എന്നുള്ള നാട്യമില്ലല്ലോ. ഈ മെസ്സേജ് രാഹുൽ ഗാന്ധിക്കുള്ളതാണ്, ഗാന്ധി കുടുംബത്തിനുള്ളതാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വം എല്ലാ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ആ പ്രൊജക്റ്റിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അവർ ഗാന്ധി കുടുംബത്തിനോടും ആ നേതാക്കന്മാരോടുമുള്ള ഒരു സ്ട്രാറ്റജിക് റിക്വയർമെൻറ്റ് കൊണ്ട് അവർ പ്രൊജക്റ്റ് ചെയ്യും, അവരുടെ അണിയാഴിയായി നിൽക്കും. എന്നാൽ അവരുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നടത്താവുന്ന ഒരു കളിപ്പാട്ടമാണ് കോൺഗ്രസ് പാർട്ടി. അതിൽ ബുക്കീഷായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് രാഹുൽ ഗാന്ധിക്ക് നടത്താമെങ്കിൽ ആ ഓരോ പരീക്ഷണവും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയിലേക്ക് കൊടുക്കുന്ന രീതിയിലും വളരെ സമർത്ഥമായി പ്രവർത്തിക്കാൻ ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇന്നറിയാവുന്നത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമാണ്. അത്
ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഇനിയും നേരിട്ടാകുമോ, അതോ കാര്യങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികൾ മാറ്റുമോ എന്നുള്ളത് ഇനി വെയിറ്റ് ചെയ്ത് കാണേണ്ട കാര്യമാണ്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ MP, താങ്കളാണ് ഈ ചർച്ചയിൽ UPA പ്രതിനിധീകരിക്കുന്ന ഒരാൾ. ശ്രീ പ്രേമേന്ദ്രൻ, ഇനിയും രാഹുലിനെ വെച്ചുള്ള ഭാഗ്യപരീക്ഷണത്തിലേക്കാണോ പോകേണ്ടത്? ഇപ്പോൾ AICC ആസ്ഥാനം വൈറ്റ് ചെയ്ത് മോടി കൂട്ടുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമായി കേട്ടത് രാഹുൽ വിചാരിച്ചു വിജയകരമായൊരു വരവ് UP യിൽ ഉണ്ടാകുമെന്ന്, തുടർന്ന് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകാമെന്ന്. എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു റീഇൻവെൻഷനിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടോ മുന്നിൽ? അതിൻ്റെ സാധ്യത വളരെ പരിമിതമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് കോൺഗ്രസിൻ്റെ പൊതുവായ ദേശീയ നേതൃത്വം പരിശോധിച്ചാൽ എക്കാലവും വ്യക്തികേന്ദ്രീകൃത നേതൃത്വത്തിന് പ്രത്യേക പ്രാധാന്യവും പരിഗണനയും, അതിൽ തന്നെ വിശേഷിച്ചും നെഹ്റു ഫാമിലി അതിനൊരു പ്രത്യേകമായ വൈകാരികമായ ആഭിമുഖ്യവും ബന്ധവും നിലനിർത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അതിനപവാദമായി കേവലമായ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോലും ഭരണനിർവഹണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് തീർച്ചയായിട്ടും ആ കേന്ദ്രം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ്സിനകത്ത് പെട്ടെന്ന് ഉയർന്നു വരിക എന്നുള്ളത് വളരെ വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. അതിനുള്ള നേതൃത്വം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നേരത്തെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിശകലനമാണ് ശ്രീ മനോജ് നടത്തിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേരിടുന്ന സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും പരിണതപ്രജ്ഞരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതൃത്വത്തെ പല ഘട്ടങ്ങളിലും ഒഴിവാക്കുകയും ന്യൂ ജനറേഷൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും ഇന്നൊവേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആന്ധ്രാപ്രദേശിൽ ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സത്യത്തിൽ ആന്ധ്രാപ്രദേശിൽ സ്വീകരിച്ച ഒരു ടാക്റ്റിക്കൽ ഫെയിലൂർ, തന്ത്രപരമായിട്ടുള്ള പരാജയം ഇന്ന് ആന്ധ്രയിലെ കോൺഗ്രസിനെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. ഇത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വേണ്ട തലത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. എന്നാൽ തന്നെയും കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു ഘടനയും കോൺഗ്രസിൻ്റെ ഒരു സംവിധാനവും ഒക്കെ അനുസരിച്ച് അങ്ങനെ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശക്തമായ വിമർശനങ്ങളും ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ നയപരമായ പുതിയ തീരുമാനങ്ങൾ, സംഘടനാപരമായിട്ടുള്ള പൊളിച്ചെഴുത്തും പുതിയ തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ, സ്വരങ്ങൾ അത് നേരത്തെയും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ഇപ്പോഴും ആ ശക്തമായിട്ടുള്ള ഒരു ചേരിതിരിവ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് സോണിയാഗാന്ധി തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ തുടരണമെന്ന ശക്തമായിട്ടുള്ള നിലപാടും, അതല്ല പുതിയ ജനറേഷന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് അധ്യക്ഷ പദവി ഏൽക്കണം എന്നുള്ള രണ്ടഭിപ്രായം ശക്തമായി കോൺഗ്രസിനകത്തുള്ളപ്പോൾ തന്നെ പരസ്യമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനോ ശക്തമായിട്ടുള്ള വിമർശനത്തിനോ കോൺഗ്രസിനകത്ത് ഒരിക്കലും ആരും അങ്ങനെ തയ്യാറായിട്ടില്ല, അത്യാവശ്യം ചില പ്രതികരണങ്ങൾ ഒഴികെ. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ആശ്വാസത്തിന് വകയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഗോവയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു വലിയ കനത്ത തിരിച്ചടിയിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന് ആശ്വാസത്തിൻ്റേതായിട്ടുള്ള തുരുത്തുകൾ ചില സംസ്ഥാനങ്ങളിലുമൊക്കെ ഉള്ളതുകൊണ്ടും ഈ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പുതിയ നയവും പുതിയ നിലപാടും ഒരു ദേശീയ തലത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ സഖ്യത്തിൻ്റെ അനിവാര്യതയും ഒക്കെ ഉയർത്തിപ്പിടിച്ചൊരു പുനരുജ്ജീവനത്തിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന പ്രവർത്തന ശൈലിയിൽ നിന്ന് ഘടനാപരമായിട്ടുള്ള വ്യതിയാനം സ്വീകരിച്ചുകൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്റ്റീവായ ആ രംഗത്തേക്ക് വന്നുകൊണ്ട് മുഴുവൻ കോൺഗ്രസിനെയും കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്, പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് 2019 എന്താണ് ബദൽ, ആരാണ് ബദൽ? ഇടവേളയ്ക്ക് ശേഷം.